പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ്? നമുക്കറിയാം, ഏറ്റവും പെട്ടെന്ന് ഒരു അപകടത്തിലൊക്കെ പെട്ട ആളെ ഏറ്റവും പെട്ടെന്ന് നമ്മൾ കൊടുക്കുന്ന ഇതാണ് എന്ത് പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത്. അത് അയാളുടെ ജീവൻ വരെ രക്ഷിക്കാനായിട്ട് ഹെൽപ്ഫുൾ ആവും എന്ന് പറഞ്ഞു. അതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്താണ്? ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം, അല്ലെ? പിന്നെ രോഗിയുടെ നില കൂടുതലായിട്ട് ഗുരുതരമാവാണ്ടിരിക്കാനായിട്ട് സഹായിക്കണം, ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് സഹായിക്കണം, അതുപോലെ വേദന കുറയ്ക്കുക. ഇതൊക്കെയാണ് നമ്മൾ പ്രഥമ ശുശ്രൂഷയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളായിട്ട് പറയുന്നത്. ഇനി പ്രഥമ ശുശ്രൂഷയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണ്? രക്തസ്രാവം നിയന്ത്രിക്കുക, അതേപോലെ ബ്രീത്തിങ്ങും ഹാർട്ട് ബീറ്റും വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുക, അതായത് ശ്വാസോച്ഛ്വാസവും ഹൃദയമിടിപ്പും വീണ്ടെടുക്കാനായിട്ട് സഹായിക്കുക. പിന്നെ ഒടിവുകൾക്കുള്ള പരിചരണം, പൊള്ളലിനുള്ള പരിചരണം, പാമ്പുകടി ഏറ്റാൽ നൽകേണ്ട പരിചരണം, പിന്നെ ചില രോഗങ്ങൾക്ക് നമ്മൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ആരംഭിക്കേണ്ട പരിചരണങ്ങളെല്ലാം ഇതിൽ പെടുന്നതാണ്. ഇനി ആർക്കൊക്കെയാണ് ഒരു പ്രഥമ ശുശ്രൂഷകനാവാനായിട്ട് പറ്റുക? പരിശീലനം ലഭിച്ച ഏതൊരു വ്യക്തിക്കും, അതായത് ഏതൊരു ചെറിയ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വരെ നമ്മൾ പ്രോപ്പറായിട്ട് ഗൈഡ് ലൈൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കും നല്ലൊരു പ്രഥമ ശുശ്രൂഷകനാകാൻ പറ്റും. പരിഭ്രാന്തി കൂടാതെ ശാന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ള ആർക്കും പ്രഥമ ശുശ്രൂഷ നൽകാനായിട്ട് സാധിക്കും. അത് ഏജ് ഇതൊന്നുമില്ല. അതിനാണ് നമ്മൾ ഇപ്പൊ സ്കൂൾ ലെവലിൽ തന്നെ കുട്ടികൾക്ക് ഇങ്ങനെ 4ാം ക്ലാസ്സിലൊക്കെ തൊട്ടിട്ടുണ്ട് ഫസ്റ്റ് എയ്ഡിനെ പറ്റിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി പ്രഥമ ശുശ്രൂഷയുടെ നിയമങ്ങൾ ആദ്യം തന്നെ ചെക്ക് ചെയ്യണം, പിന്നെ കോൾ ചെയ്യണം, പിന്നെ കെയർ ചെയ്യണം. അതായത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പരിശോധിക്കുന്നതിനാണ് ചെക്ക് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ അപകടത്തിൽ പെട്ട ആളെ പെട്ടെന്ന് തന്നെ ആശ്വസിപ്പിക്കുക, എന്നിട്ട് അഭയസ്ഥാനം ക്രമീകരിക്കുക. അതായത് ഇപ്പൊ ഒരു പാമ്പ് കടിയേറ്റ ആളെ ഏറ്റവും അടുത്ത് പാമ്പ് ഇല്ലാത്ത ഭാഗത്തേക്ക് ഒരു സേഫ് ആയിട്ടുള്ള ഒരു പ്രദേശത്തേക്ക് വെക്കുക, അല്ലെങ്കിൽ റോഡ് ആക്സിഡന്റിൽ പെട്ടുന്ന ആളെ സൈഡിലേക്ക് ഒതുക്കി മാറ്റി വെക്കുക, അഭയസ്ഥാനം ക്രമീകരിക്കുക. അത് കഴിഞ്ഞാൽ കോൾ ചെയ്യുക, വൈദ്യസഹായം ലഭിക്കാനായിട്ട് ആംബുലൻസിനെയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളെയോ ഒക്കെ വിളിക്കുന്നതാണ് കോളിൽ വരുന്നത്. കെയറിൽ എന്താണ് വരുന്നത്? പരിചരണം, അതായത് ആ വ്യക്തിനെ അധികം ചലിപ്പിക്കാതെ നമ്മൾ പ്രഥമ ശുശ്രൂഷ നൽകണം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രഥമ ശുശ്രൂഷയുടെ നിയമങ്ങൾ. 3 ചെക്ക്, കോൾ ആൻഡ് കെയർ. ഓക്കെ, അപ്പോൾ ഈ ഫയർമാന്റെ പരീക്ഷയുടെ സ്പെഷ്യൽ ടോപ്പിക്സിന്റെ ഷോർട്സും വീഡിയോസും ഒക്കെ നമ്മുടെ ചാനലിലുണ്ട്. കാണാത്തവരുണ്ടെന്ന് കാണാം. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്